ചെയ്തു. അടുത്ത ചോദ്യം സഹോദരിമാരുടെ ഭാഗത്തു നിന്നാണ്. സഹോദരൻ സാക്കിർ നായിക്, അസ്സലാമു അലൈക്കും. ഞാൻ നമിത. ഞാനൊരു അധ്യാപികയാണ്. ആദ്യമായി തന്നെ സമാധാനത്തിനും സ്നേഹത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ള നിങ്ങളുടെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ എന്നെ അനുവദിച്ചാലും. സഹോദരൻ ഡോക്ടർ സാക്കിർ നായിക്, എനിക്ക് ചോദിക്കാനുള്ളത്, ഖുർആനാണ് ദൈവിക വചനമെങ്കിൽ, ഇസ്ലാമാണ് ജീവിതത്തിനുള്ള യഥാർത്ഥ പാതയെങ്കിൽ, അത് സ്വീകരിക്കാനും മനസ്സിലാക്കാനും ജനങ്ങൾ ദീർഘമായ സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ നല്ല ചോദ്യമാണ് സഹോദരിയുടേത്. ഇസ്ലാം സത്യമതമാണെങ്കിൽ അത് സ്വീകരിക്കാൻ ആളുകൾ ദീർഘകാലമെടുക്കുന്നത് എന്തുകൊണ്ട്? സഹോദരി, നേർവഴി പിന്തുടരുക എന്നത് എല്ലായ്പ്പോഴും എളുപ്പമാകണമെന്നില്ല. കാഴ്ചപ്പാടുകളിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകും. ഉദാഹരണത്തിന്, ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഇസ്ലാം സ്വീകരിക്കാൻ തടസ്സം മദ്യമാകും. അയാൾ ഒരു മദ്യപാനിയാകും. ഇസ്ലാം സ്വീകരിച്ചാൽ മദ്യം ഉപേക്ഷിക്കേണ്ടി വരും. സ്ത്രീകളുമായി പ്രേമസല്ലാപം നടത്തുന്നത് നിർത്തേണ്ടി വരും. അത് അയാളെ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്നും തടയും. അതിനാൽ അയാൾ ചിന്തിക്കുക, ശരി, ഇസ്ലാം നല്ലതാണ്, പക്ഷേ എനിക്ക് മദ്യപാനം നിർത്താൻ സാധ്യമല്ല. സ്ത്രീകളുമായി സല്ലപിക്കുന്നത് അവസാനിപ്പിക്കാൻ കഴിയില്ല. പന്നിമാംസം ഭുജിക്കുന്നത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് ചില ദുരാഗ്രഹങ്ങളുള്ളതായി കാണാം. ചിലപ്പോൾ ഒരാൾ മദ്യപാനിയോ പന്നിമാംസം ഭുജിക്കുന്നവനോ ആകണമെന്നില്ല. പക്ഷെ അയാൾ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചാൽ ഞാൻ കഴിഞ്ഞ 40 വർഷം വിഡ്ഢിയായിട്ടാണോ ജീവിച്ചത്? അതിനാൽ നല്ലത് ഇസ്ലാം ഉപേക്ഷിക്കലാണ്. ചിലർ ചിന്തിക്കുന്നത്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചാൽ എന്റെ സുഹൃത്തുക്കൾ എന്ത് വിചാരിക്കും, എന്റെ മാതാവും പിതാവും എന്ത് പറയും? എന്തെല്ലാം തടസ്സങ്ങളാണ് സഹോദരി. ഈ തടസ്സങ്ങളെല്ലാം അതിജയിക്കാൻ സാധിച്ചാൽ മാത്രമേ സത്യം സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. അതിനാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ സന്ദേശം വ്യക്തമാണ്, യുക്തിപൂർവമാണ്. അവരുടെ ബാഗേജിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിനാൽ ഒരു വ്യക്തിക്ക് ഉറച്ച വിശ്വാസമുണ്ടാകണം. ഇത് സത്യമാണെങ്കിൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ അമുസ്ലിം സുഹൃത്തുക്കൾ എന്നെ ഉപേക്ഷിച്ചാലും. അതിനാൽ എന്നെ വിശ്വസിക്കൂ സഹോദരി, ഇതൊരു കാഴ്ചപ്പാട് മാത്രമാണ്. ധാരാളം അമുസ്ലിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ടും അവർക്ക് പഴയ സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നില്ല. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, ഓ സാക്കിർ, അമുസ്ലിങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കരുത്, അവർ സൗഹൃദം ഉപേക്ഷിക്കും. എനിക്ക് ധാരാളം അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്. അവരെന്നെ ആദരിക്കുന്നു. നിങ്ങൾ എന്നെ അഭിനന്ദിച്ചു. നിങ്ങളൊരു അമുസ്ലിമാണ്. അതിനാൽ എന്റെ ജോലി സത്യം സമർപ്പിക്കലാണ്. ഒരു കാര്യം കൂടി, ഖുർആൻ സൂറ അൽ ബഖറ അധ്യായം 2 സൂക്തം 256 പറയുന്നു, മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവുമില്ല. സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നു. സഹോദരി, നമ്മുടെ ജോലി സത്യം അവതരിപ്പിക്കലാണ്. ഒരാൾക്ക് സ്വീകരിക്കാനും തിരസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരെയും ഇസ്ലാം സ്വീകരിപ്പിക്കുക എന്നത് ദൈവത്തിന് വളരെ നിസ്സാരമാണ്. സൂറ യൂനസ് അധ്യായം 10 സൂക്തം 99 പറയുന്നു, നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ചു വിശ്വസിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയെങ്കിൽ അവിടെ ഒരു പരീക്ഷണം ഉണ്ടാകില്ല. അള്ളാഹു ഖുർആനിൽ പറയുന്നു, സൂറ മുൽക്ക് അധ്യായം 67 സൂക്തം 2, നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. അതിനാൽ സഹോദരി, ഈ ജീവിതം മരണാനന്തര ജീവിതത്തിലേക്കുള്ള പരീക്ഷണമാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാ യാഥാർത്ഥ്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്തുടരാൻ സാധിക്കണമെന്നില്ല. ചിലപ്പോൾ 80% മാത്രം അല്ലെങ്കിൽ 50% മാത്രമായിരിക്കും പിന്തുടരുക. വളരെ കുറച്ചാളുകൾ മാത്രമേ 100% പിന്തുടരുന്നുള്ളൂ. മുസ്ലിങ്ങളിൽ പോലും ചിലർ 100% പിന്തുടരുന്നില്ല. ചില മുസ്ലിങ്ങൾക്ക് ചീത്ത സ്വഭാവങ്ങളുണ്ടാകാം, എന്നാലും അവർ മുസ്ലിങ്ങളാണ്. അതിനാൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സഹോദരി, ദൈവത്തിന്റെ ഏകത്വം, അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുക, മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുക. ഈ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത് സഹോദരി. ഇതേ കാര്യം തന്നെ ഞാൻ നിങ്ങളോടും പറയുകയാണ് സഹോദരി. നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. സത്യം സ്വീകരിക്കാൻ നിങ്ങൾ എന്തിന് ദീർഘസമയമെടുക്കുന്നു സഹോദരി? ഡോക്ടർ സാക്കിർ നായിക്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അനുഗ്രഹത്താൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഞാൻ സാക്ഷ്യവചനം പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാഷാ അല്ലാഹ് സിസ്റ്റർ, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. സഹോദരിയെ സ്വാഗതം ചെയ്യുന്നു.